നോർത്തേൺ ഔട്ട്ലാൻഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളപ്പോ ഒരു ചെറിയ വൺ ഡേ ട്രിപ്പാണ് പോണത്. ഒരു ചില്ലുവാക്ക് ലേക്കിന്റെ സൈഡിലേക്കാണ് ഇന്ന് പോണത്. മഴയും കാര്യങ്ങളും ഉള്ളൊരു ദിവസം, നൈസായിട്ടൊരു ട്രിപ്പ്. അപ്പൊ ഇവരെല്ലാവരും ഇവിടെ റെഡിയാണ്. അപ്പൊ നല്ല അടിപൊളി വെതറാ പുറത്ത്. ഞാൻ പുറത്തൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ ഇത്തിരി പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മള് വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ട് വേണം ഇവിടെ നിന്ന് യാത്ര തുടങ്ങാൻ. കാരണം ഇവിടെ നിന്ന് ഇനി ഇന്റീരിയർ കയറി കഴിഞ്ഞാൽ ഫ്യൂവൽ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പൊ ഇവിടെ പെട്രോളിന് 149, അതായത് $1.49 ഇവിടെ പെട്രോളിന്റെ വില. അടിച്ച് കയറ്റണം. പെട്രോൾ കുടിക്കും ഈ വണ്ടി. എന്തായാലും പെട്രോൾ അടിച്ചിട്ട് പോവാം. വേണ്ട, നമ്മുടെ മഴയുടെ ഒരു എഫക്റ്റ് കാണാനുണ്ട്. ഇപ്പൊ നല്ല തണുപ്പുണ്ട്, പക്ഷെ നല്ല അടിപൊളി വിഷലാട്ടോ. അത് വേണ്ട, ഓടെ ഇങ്ങനെ പോണ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളെ $139 പെട്രോൾ അടിച്ചിട്ടാ. അതില് കുറച്ച് പെട്രോൾ നിലത്തും പോയിട്ടുണ്ട്. വേറൊരു അവിടെ ഒരു വല്യപ്പം വന്ന് വർത്താനം പറയാൻ നിന്നിട്ട് പുള്ളിയായിട്ട് വർത്താനം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്രോൾ ചാടിപ്പോയി. ഓവർഫ്ലോ പോയതാണ്. പോണല്ലേ, ചെറിയൊരു തണുപ്പുണ്ട്. അപ്പൊ റെഡി പോ. അപ്പൊ നമ്മൾ ഈ കാണുന്നതൊക്കെ പാടങ്ങളാട്ടാ, ബ്ലൂബെറി പാടങ്ങളാണ് ഈ കാണുന്നത്. ഇതിപ്പോ എല്ലാ കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുന്നതാണ്. ഇനി അടുത്ത സീസണിലേക്കുള്ള വിളവെടുപ്പിന് റെഡിയായി നിൽക്കുന്ന പാടങ്ങളാണ് കേട്ടോ. നല്ല അടിപൊളി. ഇത് ബ്ലൂബെറി ഒന്നല്ല, മത്തങ്ങ കണ്ടോ. ഓ, മറ്റേ സാധനം ഹലോവീന്റെ ഫാമാട്ടോ ഈ കാണുന്നത്. ഓ, അടിപൊളി. ഹലോവീന്റെ പരിപാടിയായിട്ട് അടുത്ത ആഴ്ച ഹലോവീനാണല്ലോ. അപ്പൊ അതിന്റെ സംഭവമായിട്ട് ഇതാണ്ടോ പംകിനുകൾ കൊണ്ടുവന്ന് വെച്ചേക്കണ. നോക്കി, ഓരോ മത്തങ്ങയുടെ വലിപ്പം കണ്ട. എന്റെ പൊന്നോ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വലിപ്പത്തിലാട്ടോ മത്തങ്ങ. സ്ക്വാഷ്, അതാണ് ഇതിന്റെ പേര്. $45 ആട്ടോ ഇതിന്. ഇതാണ്ടേ, $45 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ, അടിപൊളി. ഇതൊരു ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും വലിപ്പത്തിലുള്ള മത്തങ്ങ കണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ വേറെ എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ, ഇത് കപ്പങ്ങയൊക്കെ പോലെ ഇരിപ്പുണ്ട്. എന്താണെന്നറിയില്ല. പ്ലീസ് ഫീൽ ഫ്രീ ടു ചൂസ് ഫ്രം ദ ഡിസ്പ്ലേ. $6 ഒരെണ്ണത്തിന്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് വേണ്ട മത്തങ്ങ ഉണ്ടായി കിടക്കണ. ഓ, ഇത് ഉണ്ടായി കിടക്കണ തന്നെ കേട്ടോ. പക്ഷെ ഇത് ആൾക്കാര് പംകിൻ പയ്യൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടേ, ഇത് കണ്ടോ, പംകിൻ പാച്ച്, പംകിൻ പയ്യൊക്കെ ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോകണതാണ്. പിന്നെ ഇവിടെ വേറൊരു നല്ലൊരു കൗതുകമുള്ളൊരു വീഡിയോ ആണ്. അത് കണ്ടോ, ചെറിയ മത്തങ്ങകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് പല സാധനങ്ങൾ. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നല്ലൊരു അടിപൊളി ഫ്ലവർ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു കൗതുകം കണ്ടപ്പോ നമ്മൾ നിർത്തിയതാണ്. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് കണ്ടതുകൊണ്ടൊന്നും നിർത്തിയതാണ് സംഭവം. ഇവര് ഇവിടെ ഇപ്പണ്ട. ഓ, ഇവിടെ അടിപൊളിയാട്ടോ. ഹലോവീൻ എന്ന് പറഞ്ഞാലേ ഈ ആത്മാക്കള് വരുമ്പോ ഇവിടെ ഉള്ളവര് വേഷം മാറി നടക്കും. അതായത് അതിന്റെ ഐതിഹ്യം അങ്ങനെയാണ്. വേഷം മാറി നടക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഇഷ്ടമല്ലാത്തവര് നമ്മളെ ആക്രമിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ അതങ്ങനെ ഒരു പണ്ട് തൊട്ടുള്ള ഒരു പാരമ്പര്യം അവരതങ്ങനെ ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ പിള്ളേർക്കൊക്കെ അതൊരു നല്ല എന്റർടൈൻമെന്റ് സംഭവമാണ്. ഇല്ലേ ചേട്ടാ, എന്താണ് ഹലോവീന്റെ ഒരു എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ? എന്റെ എക്സ്പീരിയൻസ് അധികം എന്റെ കൊച്ചിനായിട്ട് പിന്നെ ട്രിക്ക് ഓർ ട്രീറ്റിന് പോകുന്ന സംഭവമാണ്. പിള്ളേർക്ക് ഈ ഹാലോവീൻ ആവുമ്പോ മിഠായിയും പരിപാടികളും ഞങ്ങളും കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വെച്ചിരുന്നു. പക്ഷെ നമ്മള് പിള്ളേര് വന്നപ്പോഴേ, ഞങ്ങള് ജോലി കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഓൾറെഡി പിള്ളേരൊക്കെ വന്ന് പോയിരുന്നു. അതെ. പക്ഷെ അത് പിള്ളേർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. കോസ്റ്റ്യൂമും ഇതെല്ലാം. അതെ. എന്റെ മോൻ ഇപ്പൊ ഓൾറെഡി ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹലോവീൻ കോസ്റ്റ്യൂം. അപ്പൊ ഇപ്പൊ അതിന്റെ സീസൺ ആയി തുടങ്ങി. ഈ മാസം 31 ആണല്ലോ അതിന്റെ വലിയ പരിപാടി. അപ്പൊ അതാണ് ഞങ്ങളുടെ ബാക്കിലൊക്കെ കാണാൻ, ഇവിടെയൊക്കെ ഡെക്കറേഷൻസ് ആയി തുടങ്ങി. പംകിൻ മേടിച്ച് അത് കാർവ് ചെയ്ത് ഓരോ ഷേപ്പില് പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ മുഖങ്ങൾ ഉണ്ടാക്കിയൊക്കെ വെക്കില്ലേ പല രീതി. അപ്പൊ നമ്മളിനിയിപ്പോ ബാക്കില് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് പോയാലോ, വിട്ടു പോവാം. അപ്പൊ നമ്മള് വണ്ടിയിൽ കയറണാണ്. നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം. ലെറ്റ്സ് ഗോ. പംകിൻ വെച്ചിരുന്ന സ്ഥലത്തോട് ബൈ പറഞ്ഞ് നമ്മുടെ അസ്ഥികൂടം ചേട്ടാ ബൈ, സീ യു, പിന്നെ കാണാം. അപ്പൊ ബൈ പറഞ്ഞ് നമ്മള് ഇവിടുന്ന് വണ്ടി എടുക്കുന്നതാണ്. ഓ, അടിപൊളി ഒരു സ്ഥലമാണ്.
കോട താഴേക്ക് ഇറങ്ങി നിൽക്കണ ഒരു സീൻ കണ്ട. നമ്മള് പോണ വഴിക്ക് ഒരു അടിപൊളി ലേക്ക്, ചില്ലുവാക്ക് ലേക്കിൽ നിന്ന് പോകുന്ന കണക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ. അവിടെ ആൾക്കാര് സാൽമൺ പിടിക്കുന്നുണ്ട്. ഒരു ക്യാമ്പ് സൈറ്റ് ആട്ടത്. ഓ കൊള്ളാം. നമ്മളിവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ. ഈ ക്യാമ്പ് സൈറ്റിൽ നമ്മൾ വന്ന് സ്ഥലം ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മള് അപ്പുറത്തേക്ക് പോയത്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ശരിക്കും ഇന്ന് ക്യാമ്പ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോ ലേറ്റ് ആയി. അത് മാത്രമല്ല മഴയാണ്, പുറത്ത് നല്ല മഴ. അപ്പൊ ക്യാമ്പിങ് പോസിബിൾ അല്ല. പക്ഷെ എന്നാലും ഈ മഴയത്ത് ഒരു ഡ്രൈവ് ഒരു രസം തന്നെയല്ല. നല്ല ആംബിയൻസ് ആണ്, തണുപ്പുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോയി ഒരു ലേക്കിന്റെ സൈഡിലൊക്കെ ഫോളിന്റെ ഒരു വിഷ്വൽ ഭയങ്കര രസം അത് കാണാനായിട്ട്. അങ്ങനത്തെ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. മഴ ഇല്ലാത്ത സ്ഥലങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് അതേപോലത്തെ വിഷ്വൽസ് നമുക്ക് എടുക്കാം. പോണ വഴിക്ക് ഒരു സംഭവം കണ്ടു, ഇമാജിനേഷൻ കോർപ്പറേഷൻ. അത് നല്ല പഴയ ഹോട്ടലാണെന്ന് തോന്നുന്നുണ്ടോ. ഹാസൽറ്റിൻ. ഓ പക്ഷെ അടിപൊളിയാട്ടോ. ഇവിടെ മറ്റേ ബോട്ടിന്റെ രീതിയിൽ ചെയ്തേക്കുന്ന ഒരു സംഭവം. ഫോളിന്റെ ഒരു ഭംഗിയും എല്ലാം കൂടെ ആയിട്ടേ നല്ല രസമുണ്ട് കാണാൻ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ചില്ലുവാക്ക് റിവർ കണ്ടാ. ചില്ലുവാക്ക് റിവറിന്റെ ഒരു സൈറ്റ് ബോർഡൊക്കെ കണ്ടു. ഫയർവുഡ് ഉണ്ട് കേട്ടോ. ഫയർവുഡ് വാങ്ങിച്ചോണ്ട് പോകണം കുറച്ച്. ഫയർ ഇടണമെങ്കിൽ ഫയർവുഡ് വാങ്ങിച്ചോണ്ട് വേണേ നമുക്ക് അവിടെ കുറച്ച് ഫയർ ഇട്ടിരിക്കാൻ വേണമെങ്കിൽ എവിടെയെങ്കിലും. ഫയർവുഡ് ഇടാനായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പൊ അത് ഇവരെ രണ്ടുപേരും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കോർണർ സ്റ്റോർ കണ്ടു, കൺട്രി സ്റ്റോർ. അപ്പൊ അവിടെ നിന്ന് ഫയർവുഡും ഒരു സ്റ്റാർട്ടറും വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഫയർവുഡ് ഇട്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെതറാണ് പുറത്ത്. മഴ പെയ്തില്ലെങ്കിൽ ഭാഗ്യം. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ ഇത് കണ്ട ഫിഷ് ചെയ്തിട്ടേ അവര് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു സംഭവമൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫയർ സ്റ്റാർട്ടർ ബാക്കോട്ട് വെച്ചല്ലേ. ഓക്കെ, അപ്പൊ ഫയർ സ്റ്റാർട്ടർ കിട്ടി. അപ്പൊ നമ്മള് കടയിൽ നിന്ന് വിട്ടു പോണേണ്. അടുത്ത മഴയ്ക്ക് മുന്നേ എവിടെയെങ്കിലും നിന്ന് നമുക്ക് ഫയർവുഡ് ഇടാം. ഇവിടെ ഒരു ചെറിയ മറ്റേ ഇതിന്റെ കട കണ്ട, ഹോട്ട് ഡോഗിന്റെ കുഞ്ഞു കട. തിരക്കുണ്ട് കേട്ടോ അയാൾക്ക് അത്യാവശ്യം. ഇവിടെ ഒരു അപ്പാപ്പനും അമ്മാമ്മയും നടത്തുന്ന ഒരു ചെറിയ കോർണർ സ്റ്റോറാണ്. അവരുടെ ജീവിതമാർഗം ഒരിക്കലും എന്ത് രസമാണല്ലേ. രാവിലെ കട തുറക്കുക, വൈകുന്നേരം കട. അടിപൊളി, നല്ല അടിപൊളി ഒരു പീസ്ഫുൾ സ്ഥലം. നമ്മൾ പോണ വഴിയിലേ ഫോളിന്റെ ബ്യൂട്ടി കണ്ടു തുടങ്ങിയത് കേട്ടാ. കണ്ടോട്ടാ, അതൊക്കെ ചെറുതാണ് പക്ഷെ നല്ല നല്ല വലിയ മരങ്ങൾ നമുക്ക് കാണാം. ഇതാ മലയൊക്കെ നോക്കിയ പല കളറിൽ ഇത് കണ്ടോ, കളർ ചേഞ്ച് ആയിട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മേഘം മറ്റേ നിലത്ത് തൊട്ട് നിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലത്തെ ഒരു വിഷ്വലാണ് ഈ കാണുന്നത്. കണ്ടോ, താഴേക്ക് ഇറങ്ങി വന്നേക്കണ മേഘങ്ങള് എന്ത് രസമാണ്. നമ്മൾ പോണ വഴിയിലേ മേഘങ്ങള് ഇത് കണ്ട, ആ മല മൂടി നിക്കണ മേഘങ്ങള്. ചെറിയ മഴയുണ്ട് പക്ഷെ ഭയങ്കര വിഷ്വൽസ് ആട്ടോ ഇവിടെ. നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് അത് എത്രയും എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കണ്ട മലയിലൊക്കെ ഫുള്ള് ഇങ്ങനെ കോട വന്ന് നിറഞ്ഞ് ഭയങ്കര രസകരമായിട്ടാണ് നിക്കണത് കേട്ടോ. അയ്യോ നോക്കടാ, ചില്ലുവാക്ക് ലേക്കിന്റെ സൈഡിലെത്തി. എന്റെ പുറകിൽ കാണുന്നത് ചില്ലുവാക്ക് ലേക്ക് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാനായിട്ട്, ഭയങ്കര വിഷ്വലായത് കാണാനായിട്ട്. ഇതിന്റെ ഡ്രോൺ ഷോട്ട്, നമ്മൾ വണ്ടി പോണ ഡ്രോൺ ഷോട്ട് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തേക്കാം. എങ്ങനെയുണ്ട് കേപി? അത് അയ്യോ ഇത് നോക്കിയ ബാക്കിൽ നിങ്ങൾ കാണുന്ന വ്യൂ ഒന്നും പറയാനില്ലത്. ഈ കാണുന്ന വിഷ്വല് നമ്മൾ എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഒരു വിഷ്വല് നമ്മൾ ഈ പിക്ചറിലൊക്കെ കണ്ടേക്കണതാണ് നമുക്ക് ഓർമ്മ. ഭയങ്കര രസമാണ് കാണാനായിട്ട്, അടിപൊളി ഒരു സ്ഥലം. നമ്മള് ഇത് ഇത്രയും ലേറ്റ് ആയിട്ട് നമ്മൾ വന്നതിന്റെ കാരണം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എങ്ങനെയുണ്ട്, എന്താണ് കേൾപ്പി അല്ലേ? അടിപൊളി ഒരു രസകരമായിട്ടുള്ള ഒരു വ്യൂ. നമ്മൾ ഇവിടെ ക്യാമ്പ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് നമ്മൾ വന്നത്, പക്ഷെ മഴയാണ്. അത് മാത്രമല്ല
ഇത്രയും പേർക്ക് എല്ലാവർക്കും കൂടെ കിടക്കാനുള്ള സെറ്റപ്പ് വണ്ടിയിലില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് നമ്മൾ തിരിച്ചിന്ന് പോകും. പക്ഷെ നമ്മൾ കുറച്ച് നേരം ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് ഏതെങ്കിലും ഒരു ലേക്കിന്റെ സൈഡിൽ, ഏതെങ്കിലും ഒരു ലേക്ക് അല്ല കേട്ടോ, ചില്ലുവാക്ക് ലേക്കിന്റെ സൈഡിൽ നമ്മൾ ഇരിക്കും. അപ്പോ അയ്യോ നോക്കിയടാ, സുമതി വളവാ സീനാട്ടാ സംഭവം. ആരുടെ കൈ ഏതോ പിള്ളേരുടെ കൈ തെറിച്ചു പോയ പാവയാണ്. അനബല്ല, അതെ അതെ, നമ്മള് മറ്റേ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ സീൻ കോൺട്രേവോന്ന് അറിഞ്ഞൂടാ. അപ്പൊ നമ്മള് എന്തായാലും നമ്മുടെ ലക്ഷ്യസ്ഥാനം ലക്ഷ്യമാക്കിയിട്ടുള്ള നമ്മുടെ യാത്ര തുടരാനാണ്. രഞ്ജട പോണല്ലേ, പവറല്ലേ ബോയ്സ്? അപ്പൊ ഓക്കെ. അപ്പൊ അതെ നമ്മള് ആശാന എന്താണിത്, അടിപൊളി സ്പോട്ടാണല്ലോ. ആശാൻ പറഞ്ഞിട്ട് നമ്മള് ഒന്ന് അങ്ങോട്ട് പോയി നോക്കണ്ട്. ഒയ്യോ ഒയ്യോ എന്റെ പൊന്നോ, ഒരു രക്ഷയില്ലട്ടാ, ഭയങ്കര വിഷലാണ് കാണുന്നത്. അടിപൊളി മലനിരകളും അതിന്റെ ഇടയില് അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മുടെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു. നമ്മളിനി ഓണിങ്സ് തുറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഓണിങ്സ് വണ്ടി തുറക്കണേണ്. കാരണം നല്ല മഴയാണ് പുറത്ത്. അത് നേരെ മേളിലേക്ക് പൊക്കിയിടും. നമ്മുടെ വണ്ടർ ഓണിങ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇത് കണ്ടോ, എല്ലാവരും വണ്ടർ അടിയിൽ. മഴയാണ്, നല്ല മഴയായി ഇപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ. അപ്പൊ മഴ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഫയർ പിറ്റ് ഇടുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഫയർ പിറ്റ് ഇടാനായിട്ട് ഒന്ന് ഒതുങ്ങി ഫയർ പിറ്റ് ഇടാനായിട്ട് ഇവിടെ ഇതുണ്ടോ ഫയർ ഇടാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. മഴ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും മഴ കാരണം ഇങ്ങനെ ഒതുങ്ങി നിൽക്കണേണ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. നല്ല ശുദ്ധമായ വെള്ളോട്ടാ പിടിക്കണത്. ഇതൊക്കെ നല്ല അടിപൊളി വാട്ടർ, മഴ വെള്ളം. ആഹാ, നല്ല സൂപ്പർ വെള്ളം. പവറല്ലേ, ഫുൾ ഓൺ പവർ. ആ അടിപൊളി അടിപൊളി. ആശാന എന്താണിത്, എങ്ങനെയുണ്ട് തണുപ്പ്? ഒന്നും പറയില്ല ബ്രോ, നല്ല പൊളി സാധനമാണ്. ഓ നമ്മളെ ഇതേ ഒരു ഫയർ പിറ്റ് ഇടാനുള്ള പരിപാടിയാണ്. നമ്മുടെ വണ്ടർ സൈഡിൽ ആ ഈ തണുപ്പിന്റെ ഇടയിൽ നമ്മൾ ഒരു ഫയർ പിറ്റ് ഇട്ട്, ആഹാ ചെറിയൊരു ചൂട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖമുണ്ട്. കത്തി പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. കാരണം നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഒന്ന് മാറ്റി വെക്കാമോ? പിന്നെ മഴയും പെയ്തല്ലോ. ആ ഓ ചേപ്പി നല്ലോണം വെള്ളം കിട്ടിയിട്ടുണ്ടല്ലോ. ഓ നോക്കിയേ, ആഹാ അടിപൊളി. ഓ നോക്കിയേ, ചെറിയ മഴയും ലേക്ക്, ചില്ലുവാക്ക് ലേക്കിന്റെ സൈഡിൽ ഫയർ പിറ്റ്. പേപ്പർ മാത്രം കത്തിയോളട്ടാ, മരം കത്തി പിടിച്ചില്ല. പക്ഷെ മരം കത്തിക്കണാരെങ്കിലും പേപ്പർ വേണോ? നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് പറഞ്ഞാലേ നമുക്ക് കൈ മരവിക്കുന്ന രീതിയിലുള്ള തണുപ്പാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഫയർ പിറ്റ് ഇട്ടാലേ നമ്മുടെ പണി നടക്കുള്ളൂ. പക്ഷെ ഒരു അടിപൊളി സ്പോട്ടാട്ടോ, ഒന്നും പറയാനില്ല. ഭയങ്കര കിട് സ്പോട്ട്. നമ്മള് ഓണിങ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് കുറെ മഴ കൊള്ളാണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ എന്തായാലും ലെറ്റ്സ് സീ. നമ്മൾ കൊണ്ടുവന്ന പേപ്പറും സാധനങ്ങളൊക്കെ തീർന്നു. ഇനി ഊതി തീ കത്തിക്കാന്നുള്ളതേ ഉള്ളൂ, അതേ നടക്കുള്ളൂ. അപ്പൊ നല്ല തണുപ്പുണ്ട്. വണ്ടിയുടെ ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. കാരണം നമ്മുടെ ബാറ്ററി സാധനങ്ങളൊക്കെ ഇടി, മഴ ചെയ്തുകൊണ്ട് നമുക്കൊന്നും എടുത്ത് പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ള തീയിൽ എല്ലാവരും ആസ്വദിക്കുക.
എൻജോയ് ചെയ്യുക. അതിൽ കൂടുതലൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് മഞ്ഞൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പാ വെതർ. നമ്മളപ്പോ അധികം നേരം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യണില്ല. നമ്മൾ കുറച്ചു നേരം ഈ വെതറും ഈ അറ്റ്മോസ്ഫിയറും കനലൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. കാരണം ഇന്ന് നിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും പേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിടക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. നമ്മള് വീട്ടില് പക്ഷെ നമ്മൾ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു 1 ഡേ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇന്നത്തെ ഈ ഒരു വെതർ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഫോളിലുള്ള ഒരു ഡ്രൈവ് എക്സ്പ്ലോർ ചെയ്തു. അപ്പൊ അതിന്റെ വിഷ്വൽസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.